രാഷ്ട്രീയ പ്രേരിതമാണ് ആ സമരത്തിൻ്റെ എല്ലാ പ്രശ്നം. ആ സമരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുണ്ട്. SUCI, ജമാഅത്ത് ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ളവർ അവരെയാണ് ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നത്. അല്ലാണ്ട് ആശാവർക്കർമാരോട് ഞങ്ങൾക്ക് എന്താ വിരോധമുള്ളൂ? ഇനിയിപ്പോഴും എന്താ വേണ്ടതെന്ന് കോടതി പറയട്ടെ. പിന്നെ പ്രശ്നം തരുന്നില്ല. അത് പറഞ്ഞ് മനസ്സിലായി, ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പോൾ നിയമ അർഹതയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് കോടതിയുടെ അംഗീകാരത്തോടുകൂടി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് എന്ന് കോടതി പറയട്ടെ. അപ്പീലൊന്നുമില്ല, ഞാൻ കോടതി തന്നെ പറയട്ടെ. കോടതി തന്നെ അപ്പീൽ എന്ന് പറഞ്ഞാൽ കോടതിയല്ലേ? അതെ, അവർ പറയട്ടെ ഇന്നതാ വേണ്ടത്. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ ഇപ്പോൾ ഈ സമരം നടത്തുകയാണ്. ഈ ആശാ വർക്കർമാർ സമരം അവസാനിപ്പിക്കേണ്ടത്. അതെ, അത് ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം. അതിനൊക്കെ സർക്കാർ അതിന് മുൻകൈ എടുക്കേണ്ടതല്ലേ? സർക്കാർ മുൻകൈ എടുത്ത് ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ചർച്ച നടത്തില്ല, ഒരു കുഴപ്പമില്ല. സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമരം നടന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേദനാകുന്നു? സമരം നടത്തി ശീലമില്ലാത്തവരാണോ ഞങ്ങൾ ആരെങ്കിലും? എല്ലാവരും ഒരുപാട് സമരം, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരമൊക്കെ ഈ കേരളം നടന്നതല്ലേ? അപ്പോൾ സമരം നടക്കുന്നതുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല. സമരം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. അവരിപ്പോഴും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീരുമാനിച്ച് കിട്ടിയാൽ അപ്പോൾ അത് പരിഹരിക്കാൻ. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ പ്രേരിതമാണ് ആ സമരത്തിൻ്റെ എല്ലാ പ്രശ്നം. ആ സമരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുണ്ട്. SUCI, ജമാഅത്ത് ഇസ്ലാമി, SDPI ഉൾപ്പെടെയുള്ളവർ അവരെയാണ് ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നത്. അല്ലാണ്ട് ആശാവർക്കർമാരോട് ഞങ്ങൾക്ക് എന്താ വിരോധമുള്ളൂ? ഞങ്ങളുടെ വർക്കിൽ കുറേ കാലമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവരില്ലല്ലോ, ഇവർ ചെറിയ ശതമാനമല്ലേ ഉള്ളൂ. ബാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കേണ്ടി വരുമല്ലോ. എല്ലാ കൊല്ലവും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിശീലനം തുടരുന്നത് മാത്രമേ ഉള്ളൂ. ഇവർക്ക് വേണമെങ്കിൽ സമരം കഴിഞ്ഞാൽ ഇവർക്കും പരിശീലിപ്പിക്കാം, അത് കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നമായി എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവരിങ്ങനെ സമരം നടത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ള അവസ്ഥയിൽ തന്നെയാണോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എല്ലാ സമരത്തിനും അതിൻ്റെ ആത്യന്തികമായ ഒരു വർഗ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷതയുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ആശാ വർക്കർമാർക്ക് കിട്ടുന്ന വേതനം തുച്ഛമാണ് എന്നുള്ളത് ഒരു വസ്തുതയല്ലേ? ശരിയായ വസ്തുതയാണ്. അങ്ങനെ തുച്ഛമായ വരുമാനം കിട്ടുന്ന കേന്ദ്ര സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലുള്ളത്. അതിലേറ്റവും കൂടുതൽ കിട്ടുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള ആശാ വർക്കർമാർക്കാണ്. അതാണ് പ്രത്യേകത. താരതമ്യം ചെയ്യുമ്പോൾ ഇതാണ് സ്ഥിതി. പക്ഷേ ഈ കാര്യം മുഖ്യമന്ത്രി തന്നെ അവരോട് വിളിച്ച് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? മുഖ്യമന്ത്രിക്ക് തന്നെ അവരെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. മുഖ്യമന്ത്രി എന്നെ വിളിക്കേണ്ടതുണ്ട്, നമുക്ക് അറിയിക്കാം. അവർ പണ്ടേ വരുന്നുണ്ട്, ഇപ്പോൾ വരുന്നുണ്ട്, ഇനിയും വരും. അത് നിങ്ങൾക്ക് എന്തിനാണ് ബേജാറാവുന്നത്? നിങ്ങൾ സമരം എന്ന് കേൾക്കുമ്പോൾ പണ്ടൊന്നും ഈ ബേജാറില്ലല്ലോ. ഇപ്പോഴെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറ്? അപ്പോൾ നിങ്ങൾക്ക് എന്തോ താല്പര്യമുണ്ട്? ആശാ വർക്കർമാർ വരും. അംഗൻവാടിയും ഇതുപോലെ തന്നെയാണ്, കേന്ദ്ര സ്കീമാണ്. അതിനും വളരെ വളരെ തുച്ഛമായ വരുമാനമാണ്. ആ വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. അവർ സ്വാഭാവിക സമരത്തിലേക്ക് വരും, പ്രക്ഷോഭത്തിലേക്ക് വരും. സംസ്ഥാനം എന്താണോ ചെയ്യേണ്ടത് സംസ്ഥാനം ചെയ്യും. പക്ഷേ കേന്ദ്രമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അവർ ചെയ്യുന്നില്ല.